ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആഫ്റ്റർ കെയർ രീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് പേടിയുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. ചിലർക്ക് ആ സ്വാഭാവികമായിട്ടുള്ള മുടി തന്നെയായിരിക്കും ഇഷ്ടം. ചിലരുടെ മുടി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ ചിലരുടെ ആ ഒരു മുടിയുടെ ടെക്സ്ചറും അല്ലെങ്കിൽ മുടിക്ക് ചിലപ്പോൾ ചിലർക്ക് ഉള്ളു കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരാളുടെ മുടി എന്ന് പറയുന്നത് ആളുടെ ലുക്ക് തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ്. മുടിയുടെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ആ മുടിയൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തിടുമ്പോഴോ അല്ലെങ്കിൽ മുടിയൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തിടുമ്പോഴോ തന്നെ നമ്മളുടെ ലുക്കിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്ന ഒരു സംഭവമാണ് ഈ മുടിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു 7 മാസം മുന്നേ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുടിയിൽ ബ്ലോ ഡ്രൈ ചെയ്യാൻ പോയ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചോദിക്കുന്നുണ്ട്. കാരണം ഈ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ രീതികൾ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം മുടിയിൽ ഓയിൽ തേച്ച് കുളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടിയിൽ എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് കമൻറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡ് മേക്കപ്പ് റിലേറ്റഡ് കണ്ടൻറ്റുകളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി ഭയങ്കരമായിട്ടൊരു റഫ് ടൈപ്പ് മുടിയായിരുന്നു. അതായത് മുടിയുടെ തുമ്പ് ഭാഗം, അതായത് മുടിയുടെ അറ്റമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ റഫായിട്ട് നിൽക്കുന്നതായിരുന്നു. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ മുടി ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തത്. കാരണം നമ്മൾ മുടിയിലൊരു പ്രത്യേകമായിട്ടൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടിയുടെ ടെക്സ്ചർ മാറുമ്പോൾ തന്നെ നമ്മുടെ ലുക്കിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ഞാൻ ഇതിന് മുന്നേ ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ട്രെയിറ്റനിങ് ചെയ്തതിനും കൂടുതൽ ഇഷ്ടമായത് ബ്ലോ ഡ്രൈ ആണ്. കാരണം ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത് നമ്മളെ മുടി സാധാരണയായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തിടുമല്ലോ മുടി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരു കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തിടും. ആ ഒരു സെറ്റ് ചെയ്തിടുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് ഈ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ മുന്നേ സ്ട്രെയിറ്റനിങ് ചെയ്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. 2-3 ദിവസത്തേക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം മുടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിയൊക്കെ പോയ പോലത്തെ ഫീലായിരുന്നു. പക്ഷേ ഞാനിവിടെ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോ ഡ്രൈ വിത്ത് ബൗൺസിങ് ആയിരുന്നു, ഹെയർ ബൗൺസിങ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മുടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് തിക്നെസ് കുറവായിരുന്നു എൻ്റെ ആദ്യത്തെ മുടിയിൽ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് അവർ ബൗൺസിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ മുടി നല്ല ബൗൺസ് ആയിട്ട് ഇവിടെ നിന്ന് അപ്പോൾ അത് പൊന്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. അതേപോലെ നമുക്ക് അടിയിലേക്കാണ് ബ്ലോ ഡ്രൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു മുടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ മുടിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 7 months ആയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം മുടിയാണ് കേട്ടോ. ഇത്രയും ഭാഗമാണ് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ മുടി നല്ലപോലെ ഗ്രോത്ത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുടി നന്നായിട്ടൊന്ന് ലെങ്തി ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും ആ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത്ര ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത്തിരി നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു 6 months കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് റൂട്ട് ടച്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബൗൺസിങ് കൊടുത്താലാണ് മുടി ഇവിടെ ഉയർന്നു വരിക. അതായത് ഇവിടെ കുറച്ച് കനം കുറവാണ് മുടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബൗൺസിങ് കൊടുക്കുമ്പോൾ മുടി ഒന്നിങ്ങനെ കുറച്ച് വോളിയം പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഹെയർ ഗ്രോത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ഹെയർ വാഷ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യണം. അപ്പോൾ അവർ അവിടെ നിന്ന് നമുക്ക് പാക്കൊക്കെ ഇട്ട് തന്ന് നല്ലപോലെ ഹെയർ വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി തരും. നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ഹെയർ വാഷ് കഴിഞ്ഞിട്ട് പിന്നത്തെ വാഷ് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വേർക്കുന്ന ടൈപ്പ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 വെച്ചിട്ടെല്ലാം ഹെയർ വാഷ് ചെയ്യാം. ഞാനിവിടെ 2 അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഹെയർ വാഷ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ബ്യൂട്ടി പാർലറുകാർ സജസ്റ്റ് ചെയ്ത ഒരു ഷാമ്പു ആണ് ലോറിയലിൻ്റെ എക്സ്റ്റെൻസോ കെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പു ഉപയോഗിച്ച് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷം അതിൽ മുടിയിൽ നനവുണ്ടാവും. ആ നനവോടുകൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഈ ഒരു എക്സ്റ്റെൻസോ കെയർ എന്ന് പറയുന്ന മാസ്ക്. ലോറിയലിൻ്റെ തന്നെയാണ് ഈ ഒരു എക്സ്റ്റെൻസോ കെയർ മാസ്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്കും കൂടെ നമ്മൾ ആ നനവോടുകൂടെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു.
അതായത് മുടിയിൽ അത്യാവശ്യം നനവുണ്ടാവണം. ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത കാരണം കുറച്ച് മുടിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ ഈ അറ്റത്തുനിന്ന് തൊട്ടിട്ട് അങ്ങറ്റം വരെ നമുക്ക് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വലിച്ചിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ മുടി നല്ലപോലെ സ്ട്രൈറ്റനായി നിൽക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മാസ്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക, മൊത്തം എല്ലാം ഓരോ ലെയറായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു എക്സ്റ്റൻസോ കെയറിൻ്റെ ഈ ഒരു മാസ്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 5-10 മിനിറ്റോ അത് മുടിയിൽ അങ്ങനെ ഇരുന്നോട്ടെ. അതിന് ശേഷമാണ് നമ്മളിത് മുടി വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുടി വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാം. പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല, കാരണം മുടിയിൽ ഒരുപാട് ഹീറ്റ് ആവുന്നത് നല്ലതല്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കാറ്റ് കൊണ്ടൊക്കെ സ്വാഭാവികമായിട്ടും മുടി ഉണങ്ങില്ലേ, അതേപോലെ ഉണക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിലത്തെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുടി ജസ്റ്റ് ഇങ്ങനെ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് കാണുമ്പോൾ തന്നെ കണ്ടോ, ഇപ്പം എൻ്റെ മുടിക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ആ ഒരു ബ്ലോ ഡ്രൈ ചെയ്ത എഫക്റ്റ് മാറിയിട്ടില്ല. തലയിൽ റൂട്ടിൽ മാത്രമാണ് കുറച്ചായിട്ട് മുടി ഹെയർ ഗ്രോത്ത് വന്നിട്ടുള്ളത്, അല്ലാതെ അടിയിലേക്കൊക്കെ അതേപോലെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും സ്ട്രൈറ്റനിങ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മുടി മൊത്തമായിട്ട് സ്ട്രൈറ്റനായിട്ട് ഇങ്ങനെ അടിവശവും സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുക അല്ലേ. അപ്പോൾ ഈ ബ്ലോ ഡ്രൈയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുമ്പ് ഭാഗത്ത് ആ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുന്നില്ല മുടിയുടെ. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ മുടിയുടെ ആ ഒരു സ്വാഭാവികമായ ഒരു മുടിയായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഞാൻ ചെയ്ത കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്ലോ ഡ്രൈ ആണ്. കാരണം മുടി നമ്മളുടെ ഒരു സ്വാഭാവികമായൊരു മുടിയാണ് നമുക്ക് തോന്നുക കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി കെട്ടി വയ്ക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഈ ഒരു മാസ്ക് ഇട്ടൊക്കെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മുടിയിൽ ഒരു സിറം തേക്കാം. സ്ട്രീക്കിൻ്റെ സിറോ അല്ലെങ്കിൽ ഇതേപോലെ ലോറിയലിൻ്റെ തന്നെ സിറം കിട്ടും, അത് മേടിച്ചിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ആണെങ്കിൽ ഈ 3 കാര്യം നമ്മൾ യൂസ് ചെയ്താൽ മതി. നമ്മൾ ആ ചെയ്ത ട്രീറ്റ്മെൻറ്റ് കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഷാമ്പും ഈ ഒരു മാസ്കും മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കെയറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിറം കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഐറ്റമാണ് ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു എക്സ്റ്റൻസോ ഷാമ്പും എക്സ്റ്റൻസോ ഹെയർ മാസ്കും കേട്ടോ. അടിപൊളി, നമുക്ക് യൂസ്ഫുള്ളാണ്. അതായത് ഇങ്ങനെ മുടി നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത മുടിയിൽ ആ ഒരു മുടിയുടെ ടെക്സ്ചർ നമുക്ക് കുറേ നാൾ നിലനിർത്താനും അതേപോലെ മുടി കേടില്ലാതെ കംപ്ലൈൻറ്റ് ഇല്ലാണ്ടൊക്കെ ഇരിക്കാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു മാസ്കും ഈ ഒരു ഷാമ്പും യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 മാസത്തേക്ക് എൻ്റെ മുടിയിൽ ഒട്ടും ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം മുടിയിൽ ഇങ്ങനെ ഹെയർ ഗ്രോത്ത് വരാൻ തുടങ്ങി. ഗ്രോത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ആ ഒരു ടെക്സ്ചർ മാറും, മുടിയുടെ ടെക്സ്ചർ മാറിയിട്ട് നമ്മളുടെ മുടി വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഒരു 3-4 മാസത്തിന് ശേഷം. പക്ഷേ ആ ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മൾ 2 സ്പാ എങ്കിലും ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 സ്പാ എടുത്തിട്ടുണ്ടായിരുന്നു. ഒട്ടും സ്പാ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പാടില്ല, കാരണം നമ്മളിത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞ് ഒരു 1 മന്ത് കഴിയുമ്പോൾ തന്നെ ഒരു സ്പാ എടുക്കണം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ടോ ഒരു സ്പാം കൂടെ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ മുടിക്ക് നല്ലൊരു ഗ്രോത്തും നല്ലൊരു കരുത്തും കിട്ടാനൊക്കെ ഈ ഒരു സ്പാ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. 1-2 പ്രാവശ്യം മാത്രമാണ് ഞാൻ അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാമ്പൂ മാസ്കും തന്നെയാണ്. എൻ്റെ ആ ഒരു എന്താ പറയുക, ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റാണ് ഇത്. ലോറിയലിൻ്റെ എക്സ്റ്റൻസോ ഷാമ്പൂ എന്ന് പറയുന്നത് നമുക്കൊരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് എടുക്കേണ്ട ആവശ്യമുള്ളൂ, ഒരു കോയിൻ്റെ വട്ടത്തിൽ മാത്രമാണ് നമുക്ക് ഷാമ്പൂ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് തന്നെ അത്യാവശ്യം ധാരാളമായിട്ട്. ഇപ്പം എൻ്റെ മുടി അത്ര അങ്ങോട്ട് നീളമില്ലാത്ത മുടിയാണ്, അതുകൊണ്ട് എനിക്ക് അത്രേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു 2-3 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മാസ്ക് ആയാലും നമുക്ക് അധികമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെയായിട്ട് എടുത്ത് കഴിഞ്ഞാലും അതും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 770 രൂപയാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഇത് രണ്ടും നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം നമുക്ക് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് എക്സ്പെൻസീവ് ആയിട്ടും തോന്നില്ല. പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഏത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നല്ലതെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് വേണം നമ്മൾ അതിനുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചർ അനുസരിച്ചിട്ട് ഞാൻ 2 ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് ബ്ലോ ഡ്രൈ ആണ്. കാരണം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ മുടി നമ്മളുടെ ഫേസിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ മുടിയുടെ നമ്മളെ ഫേസിലൊക്കെ വ്യത്യാസം വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം മുടി ഒന്ന് ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിടുമല്ലോ,
ജസ്റ്റ് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ആ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആ എഫക്റ്റ് നമുക്ക് പെർമനൻ്റ് ആയിട്ട്, അതായത് മുടി ഹെയർ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് മാറുള്ളൂ. അതുവരെ ആ ഒരു റിസൾട്ട് നമ്മളെ മുടിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റനിങ്ങും മോശമില്ല. ഭയങ്കരമായിട്ട് ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സ്ട്രെയിറ്റനിങ് നല്ലതാണ്. ഇപ്പോൾ ഓൾറെഡി മുടി കുറച്ചൊക്കെ ഒന്ന് സ്ട്രെയിറ്റൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒപ്പം തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഹെയറിന് തിക്നെസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ബൗൺസിങ് കൂടെ കൊടുക്കുകയാണെങ്കിൽ മുടി നല്ലതായിരിക്കും, നല്ലപോലെ ബൗൺസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു മുടിക്ക് തിക്നെസ് ഇല്ല എന്ന് തോന്നില്ല, നല്ല ഉള്ളുള്ള മുടി പോലെ തന്നെ ഫീൽ ചെയ്യും ഈ ഒരു ബ്ലോ ഡ്രൈ വിത്ത് ബൗൺസിങ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടോ, അതായത് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മുടി പ്രത്യേകമായിട്ട് കൊഴിഞ്ഞു പോകുന്നില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തവർക്ക് മുടി കൊഴിഞ്ഞു പോകില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് മുടി കൊഴിഞ്ഞു പോകും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ അതേപോലെ നമ്മൾ ഉറക്കക്കുറവ്, ദിനചര്യകളിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ മുടിക്ക് കൊഴിച്ചിൽ വരാം. പിന്നെ ചില മരുന്നുകൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് മുടി കൊഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മുടി കൊഴിയാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു ബ്ലോ ഡ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമോ എനിക്ക് യാതൊരു ഫീലും തോന്നിയിട്ടില്ല, മുടി അങ്ങനെ കൊഴിഞ്ഞു പോണ പോലെ തോന്നിയിട്ടില്ല. പക്ഷേ മുടി പെട്ടെന്ന് വളരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സാധാരണ നമ്മളെ മുടിയിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത മുടിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെട പിടിക്കും മുടിയിൽ അല്ലേ. ഇതാകുമ്പോൾ നമുക്ക് ചെട പിടിക്കില്ല, നമ്മളെ മുടി കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കോന്തി എടുക്കാവുന്നുള്ളൂ, ചീപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയിൽ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കുറവാണ്, മുടി പൊട്ടിപ്പോവലൊക്കെ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മുടി പെട്ടെന്ന് വളരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലപോലെ ഹെയർ ഗ്രോത്ത് ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗ്രോത്ത് ആയി വരുമ്പോഴായാലും ഇപ്പോൾ മുടി ചിലർക്ക് തുമ്പിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും മുടിക്ക് മുറ്റില്ലാത്തൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇത് ഇറങ്ങി വരുമ്പോഴും അതിൽ മുടി നല്ല ഭംഗിയിൽ തന്നെ എടുക്കുകയും ചെയ്യും. നമ്മൾ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമ്മളെ പഴയ മുടി വരുന്നത്. അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡിസ്കംഫർട്ട് തോന്നാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ട്രൈറ്റനിങ് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്ലോ ഡ്രൈ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മുടെ അപ്പിയറൻസിൽ തന്നെ നല്ലപോലെ വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് ഇണങ്ങിയ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുക, അതായത് നമ്മളുടെ മുടിക്കും നമ്മളുടെ മുഖത്തിനും നമ്മളുടെ ആ ഒരു ലുക്കിനൊക്കെ ഇണങ്ങുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് തരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ, സ്ട്രൈറ്റനിങ്, ബ്ലോ ഡ്രൈ, അങ്ങനെ ഹെയർ കെരാറ്റിൻ, ബോട്ടോക്സ്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഏതാണെന്ന് നിങ്ങൾ അവിടെ നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ പോവുക, അവിടെ പോയിട്ട് അവരടുത്തുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിക്ക് അനുയോജ്യമായത് മാത്രം ചെയ്യുക. പിന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൽ പോകുന്നതായിരിക്കും നല്ലത്. അതായത് സ്ട്രൈറ്റനിങ് ലോങ് ലാസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് നല്ല പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ചില ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ട് നമ്മൾ മുടി ഇതുപോലെ ഹെയർ കെരാറ്റിനോ അല്ലെങ്കിൽ ബോട്ടോക്സോ സ്ട്രൈറ്റനിങ്ങോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് പോകുക എന്നുള്ളത്, അത് ഭയങ്കര വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ വെച്ചിട്ട് അവർ ആ ഒരു ക്രീമുകൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ആരും കുറ്റം പറഞ്ഞല്ല, ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം മുടി സ്ട്രൈറ്റൻ ചെയ്തിട്ട് എത്ര നാൾ അതിൻ്റെ റിസൾട്ട് നിൽക്കും, ഇപ്പോൾ ഒരു 1 മന്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് പോവുക, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ളൊരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ക്രീംസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.